وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله أجمعين أما بعد. പ്രിയമുള്ള ഉസ്താദുമാരെ, അതുപോലെ എൻ്റെ പ്രസംഗിക്കുന്ന സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ ഇരിക്കുന്നത് ലോകത്തിന്റെ നേതാവായ ഹബീബിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസം ആഘോഷത്തിലാണ്. അതുകൊണ്ട് എനിക്കൊരു രൂപത്തിൽ രണ്ട് മൂന്ന് വാക്യം ഞാൻ പറയാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ആരാണ് ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? താരിശയിൽ കിടക്കുന്ന ഒരു ഭൂമിയിൽ കാടും ചിന്തകളുമായി അറബികളെ ഇരുട്ടിൽ നിന്ന് അകറ്റി അവരിൽ ഉണ്ടായിരുന്ന മൂഢത്വത്തെയും ദുസ്വഭാവത്തെയും മാറ്റി അഖിലോക നേതാക്കളാക്കി വിനയത്തിന്റെ കിടത്തെ വിളക്കുകളുമാക്കി സുന്ദരമായ സംസ്കാരത്തെ ഉജ്ജ്വല പ്രതീക്ഷകളുമാക്കിയതിന്റെ കാരണം ആ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. Dr. Bernard Shaw പറയുകയാണ്, I like Muhammad's ability. Muhammad was not only prophet but also scientist and socialist. ഞാൻ മുഹമ്മദിനെ ഇഷ്ടപ്പെടുന്നു. മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമല്ല, മറിച്ച് ഒരു സംസ്കൃതവും ഒരു സാമൂഹിക പരിഷ്കാരത്വമാണ്. നടക്കുന്ന മൃഗങ്ങളെയും പറക്കുന്ന പക്ഷികളെയും അഴിയുന്ന ജന്തുക്കളെയും നീന്തുന്ന മത്സ്യങ്ങളെയും ഇവരെ ജാതി വ്യത്യാസങ്ങളാക്കി തർക്കിച്ചെന്ന ലോക ജനതയെ ഏകോപന മനുഷ്യരാക്കി മാറ്റി. കറുത്തവനേക്കാൾ വെളുത്തവനോ അന്ന റാബെ കളറപ്പിക്കോ സ്ഥാനം കൽപ്പിക്കാതെ ഹൃദയം ശുദ്ധി കൊണ്ട് സൃഷ്ടാവിലെ കടക്കുന്നവർക്ക് പദവികൾ ഉപമാനിച്ച് കാരുണ്യത്തിന്റെ അഷ്ടവുമായി വിമോചനത്തിന്റെ പാതി തെളിച്ചു കൊടുത്ത ഹബീബിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വാധീനവും സമ്പത്തും ഭരണാധിപത്യവും കിരീടവും സ്വർണ്ണവും മുത്തും മാണിക്യവും എല്ലാം തന്റെ കാലിന്റെ അടിയിലിരിക്കുകയും ചുട്ട മണ്ണ് കൊണ്ട് പഠിത്തുയർത്തിയ മഞ്ജുമാരന്റെ വീട്ടിൽ ഈത്തപ്പാന ഓളകൾ കൊണ്ടുള്ള കൂരക്കിഴി സ്വന്തം കൈക്കൊണ്ട് വീട്ടിൽ പണി ചെയ്യുകയും ദിവസം ചുവലെടുത്ത് അടിച്ചു വൃത്തിയാക്കുകയും കീരപ്പായ വിരിച്ച് AC ഇല്ലാതെ ഫാൻ ഇല്ലാതെ ആ മരുഭൂമിയുടെ മണ്ണിൽ അന്തി ഉറങ്ങിയ രാജാക്കന്മാരുടെ രാജനും ചക്രവർത്തിയായ ഹബീബിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാൽ കുടിക്കുകയും പാലിൽ കുളിക്കുകയും ചെയ്യുന്ന ഭരണാധിപത്യാണ് ഈ ലോകത്തുള്ളത്. എന്നാൽ 4 കാലുകൾക്ക് തിരിച്ച് സ്വന്തം കൈകൊണ്ട് പാൽ കറക്കുകയും അങ്ങാടിയിൽ പോയി സാധനമായി തൂക്കി പിടിച്ചു വരികയും വീട്ടുകാരെയും അയൽവാസിക്കാരെയും സഹായിച്ച് സ്വന്തം കൈക്കൊണ്ട് ചെരുപ്പ് തുന്നുകയും വസ്ത്രം വെച്ച് പിടിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ അത് ഹബീബിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ വേറെ ആളുമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ലോകത്തിൽ ഉള്ളതല്ലാതെ സ്നേഹിക്കുകയും അതിനേക്കാൾ അതല്ലാതെ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു നേതാവാണ്. ലോകത്തിന്റെ കാരുണ്യമായിട്ടാണ് അല്ലാഹു സംവിധാനിച്ചത്. അതുകൊണ്ട് ലോകത്തിന്റെ കാരുണ്യമായി അവതരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യത പറഞ്ഞിരിക്കാൻ ഞങ്ങൾ സാധിക്കുന്നതല്ല. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയില്ലേ, ആ പുന്നാര മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ സമയത്ത് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കുമ്പോൾ മരണം തോന്നിയ ഹബീബിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഓ എൻ്റെ നബിയെ, അങ്ങയുടെ റൂഹ് പിടിക്കുന്നത് എന്നിൽ നിന്ന് നൂലിനെ വലിച്ചെടുക്കുന്നത് പോലെയാണ്. പക്ഷേ അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹ് പിടിക്കുന്നത് മുള്ളിൽ നിന്ന് ശീലങ്ങളെ വലിച്ചെടുക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞപ്പോൾ ആ മരണവീതിയിൽ പൊട്ടിക്കരഞ്ഞ ഹബീബിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പുന്നാര നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും അനുഭാവനം ചെയ്യുകയും വേണം. അതിനാണ് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.